കൊടുക്കാറില്ല ഞങ്ങള്. അതിനുവേണ്ടി വർഷങ്ങൾ ചെലവഴിക്കാറില്ല. അവിടുന്ന് വരുന്നവരൊക്കെ ഈ വകുപ്പ് വിടുക. എന്തൊരു പുതുമയാണിത്, എന്തൊക്കെ തോന്നിയാസമാണ്. പടച്ചവനെ, എനിക്കിവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സുല്ലമി എഴുതിയ ഒരു ലേഖനത്തെ പറ്റി പറഞ്ഞെടുത്ത് പോലും 24 മണിക്കൂർ ഒരു ബൈക്കിൽ ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു സ്ത്രീക്ക് ഇസ്ലാം ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. ആ എഴുതിയ വാചകം തെറ്റാണ്. പക്ഷെ ആ വിഷയം വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ എന്തിനാ, ഒരു പെണ്ണിനെ എന്തിനാ 24 മണിക്കൂർ, അതിന്റെ ഇടയ്ക്ക് തന്നെ കാര്യം നടക്കില്ലേ? നമുക്കറിയില്ല സക്കാഫി, 24 മണിക്കൂറിനുള്ളിലോ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കണം. നമുക്കറിയില്ല സുഹൃത്തെ, സഹോദര, നമുക്കറിയില്ല. ഏത് കുറഞ്ഞ സമയം കൊണ്ടൊക്കെ ഇതെന്തൊക്കെ ഒപ്പിക്കാൻ കഴിയുന്നുള്ള അറിയില്ല. അറിയുന്നവർക്ക് ഭക്തരായിട്ട് പറയാം, എന്തിനാ 24 മണിക്കൂർ? നമുക്കറിയില്ല. സത്യമാണ്. ഞാൻ ഇവിടുത്തെ എന്റെ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു പറഞ്ഞൊരു വാചകം സൂറത്ത് കലം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇടക്കൊക്കെ വായിക്കുന്നത് നല്ലതാ, നമ്മൾ നന്നാവും. ഖുർആനിലെ 68-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവമുള്ള ആളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഏറ്റവും അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്ന ഏറ്റവും ഉന്നതമായ സ്വഭാവമുള്ള ആൾ എന്നാണ്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന്. അപ്പൊ ഞങ്ങൾ ഇവിടെ നടത്തിയ പ്രസംഗവും ഈ ആളുകൾ നടത്തിയിട്ടുള്ള പ്രസംഗവും പൊതുജനങ്ങൾ കേട്ട് അവർ വിലയിരുത്തട്ടെ. ഈ കാര്യമാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ. നമുക്ക് അള്ളാഹുവിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളിലും ഞാൻ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുകയും നെല്ലും പതിരും വേർതിരിച്ചു മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് ആവർത്തിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിച്ചം നൽകി അവന്റെ ഹിദായത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്നത് ഒരു വല്ലാത്ത ഭാഗ്യമാണ്. ആ കാരുണ്യത്തിന് നമ്മളെല്ലാം വിധേയരാകുമാറാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും ആവർത്തിച്ച് ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ് എന്ന് പറയും. മുജാഹിദ് പ്രസ്ഥാനം പറയും, മിർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിയുടെ ആളുകൾ പറയും, എല്ലാവരും പറയുന്നു. പക്ഷെ ആരാണ് ഇവിടെ അത് പരിശോധിക്കാനുള്ള മാനദണ്ഡങ്ങൾ പലപ്പോഴും ഇവിടെ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ വസ്തുതകളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിലയിരുത്തി മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് വലിയ കാര്യങ്ങളുണ്ടാവും, പഠിക്കാനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെല്ലും പതിരും വേർതിരിച്ച് യാതൊരു നിലക്കുമുള്ള കലാപ ചിന്തകളില്ലാതെ സ്വർഗത്തിലെത്തിപ്പെടാൻ ആവശ്യമായ തെളിവുകൾ അത് കിട്ടിയാൽ ആ തെളിവനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. മത്സരം ഈ രംഗത്തില്ല, ഹിസ്ബിയത്ത് ഈ രംഗത്തുണ്ടാകാൻ പാടില്ല, കക്ഷിത്വം ഈ രംഗത്തുണ്ടാകാൻ പാടില്ല. മറിച്ച് പ്രമാണങ്ങളെ അവലംബിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പൊ എല്ലാ പ്രസ്ഥാനക്കാരും ഖുർആനും സുന്നത്തും എന്ന് പറയും, എന്നിട്ട് അതുകൊണ്ട് വ്യത്യസ്തരായി പോവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ വസ്തുത മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് അനവധി ആയത്തുകൾ ഉദ്ധരിക്കപ്പെടാറുണ്ട്. ആ ആയത്തുകൾ ഉദ്ധരിക്കപ്പെടുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മള് സൂറത്ത് ഫാത്തിഹ ഓതും, നിന്ന് നമ്മൾ ഓതി. മഗ്‌രിബ് സമയത്ത് നമ്മൾ ഫാത്തിഹ ഓതുന്നു. ഇത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. അതിനുശേഷം പറയും അനുഗ്രഹിച്ചവരുടെ മാർഗം എന്താ. അതിനുശേഷം പറയുന്നു വഴിപിഴച്ചവരുടെയോ കോപിക്കപ്പെട്ടവരുടെയോ മാർഗത്തിലല്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കോപിക്കപ്പെട്ടവരാരാ? മുസ്ലിം ഉമ്മത്തിനറിയാം. വഴിപിഴച്ചവരാരാ? മുസ്ലിം ഉമ്മത്തിനറിയാം. ഇവിടെ ഒരു പരിശോധനയും കൂടെ ഒരടി മുന്നോട്ട് പോയി നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നസാറാക്കളുടെയും ജൂതന്മാരുടെയും വഴിയിലല്ല എന്ന് നമ്മൾ പറയുന്നത്? അവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. നസാറാക്കളുടെ വഴി എന്താ? എന്തുകൊണ്ടാണ് അവർ പിഴച്ചുപോയത്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിട്ടുള്ളത്? ജൂതന്മാർ എന്തുകൊണ്ടാണ് അല്ലാഹു അവരോട് കോപിച്ചിട്ടുള്ളത്? ആ കാരണം ഇന്നാരിലുണ്ടോ അവരൊക്കെ തന്നെ മനസ്സിലാക്കണം ഈ പ്രാർത്ഥനയുടെ പൊരുളും മകക്കാമ്പും. അവരെല്ലാവരും തന്നെ മനസ്സിലാക്കണം ഈ പ്രാർത്ഥനയുടെ പൊരുളും മകക്കാമ്പും. എന്തുകൊണ്ട്? എനിക്ക് ജൂതന്മാരുടെ സമ്പ്രദായമുണ്ടോ?
ഞാൻ ക്രൈസ്തവ ലോകം വിശ്വസിച്ച ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണോ? എനിക്കങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടോ? പിന്നെ ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു എന്ന് പറയുന്നവരാരാ? അവിടെ നമുക്കിവിടെ ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിയാർ എല്ലായിടത്തും പറയാറുണ്ട് സിറാത്തൽ ഖുർആനി വസുന്ന എന്ന് അല്ലാഹു പറഞ്ഞില്ല. ഖുർആനെയും സുന്നത്തിനെയും ഒരു ചെറുതാക്കലാണ്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നാട്ടിലെ ആചാര്യണ്ടാക്കിയ വഴിയെന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കാലക്കാർ കെട്ടിയുണ്ടാക്കിയ വഴിയെന്നല്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴി എന്ന് തന്നെയാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴി എന്ന് തന്നെയാണ്. തൗഹീദ് എന്ന പദം നമ്മൾ എവിടുന്നാ സ്വീകരിച്ചത്? നമ്മൾ തൗഹീദ് പറയുന്നുണ്ടല്ലോ, തൗഹീദ് എന്ന പദം എവിടുന്നാ സ്വീകരിച്ചത്? അപ്പൊ ആളുകളെ പറ്റിക്കുന്ന വാക്കസർത്തുകൾക്ക് സ്ഥാനമില്ല. മറിച്ച് ഇസ്ലാം എന്താ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, സൂറത്ത് നിസായിലെ 69-ാമത്തെ വചനമാണ്. സൂറത്ത് നിസാ 4-ാമത്തെ അധ്യായമാണ്. 4-ാമത്തെ അധ്യായത്തിലെ 69-ാമത്തെ വചനത്തിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത്, ഈ ആയത്തിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം സുദീർഘമായി പറയാൻ സമയമില്ല. ഒരു സഹാബിയുടെ ആശങ്ക, റസൂലേ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ എത്താൻ കഴിയോ? അങ്ങയെ പരലോകത്ത് കാണാൻ കഴിയോ? എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചപ്പോ അവതരിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലം വിശദീകരിക്കുന്ന അങ്ങനെയാണ്. സബബ് നുസൂൽ പറയുന്ന അങ്ങനെയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു വചനമാണെന്ത്? ഈ വചനം അത് നമ്മൾ മനസ്സിലാക്കിയത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചങ്ങോട്ട് ജീവിച്ചാൽ, ഗൗരവമായി മനസ്സിലാക്കുക, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച്, അഥവാ അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ, അതിന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ, ആ സുന്നത്തിനെ പിൻപറ്റി ജീവിച്ചാൽ ഉണ്ടാകുന്ന കാര്യം എന്താ? ഫൗലായിക, അക്കൂട്ടർ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. എവിടെ? സ്വർഗത്തിൽ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. മിനൻ നബിയ്യീന, പ്രവാചകന്മാരുടെ, വസിദ്ദീഖീന, ആ പ്രവാചകന്മാരുടെ അനുയായികളായ സിദ്ദീഖുകൾ എന്ന് KV മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പരിഭാഷ എഴുതിയപ്പോ പണ്ഡിതന്മാരുടെ ഉദ്ധരണി പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്നുണ്ട്. പരിശോധിക്കാവുന്നതാണ്, ആർക്കും പരിശോധിക്കാവുന്നതാണ്. അപ്പോ ആ സ്വർഗത്തിൽ സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, എന്നിട്ട് അല്ലാഹു പറയുന്നു വഹസ്ന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. അപ്പൊ അവിടെ സ്വർഗത്തിൽ അമ്പിയാക്കളുടെ കൂടെ ഇരിക്കാൻ കഴിയും, സിദ്ദീഖുകളുടെ കൂടെ ഇരിക്കാൻ കഴിയും, ഔലിയാക്കളുടെ കൂടെ ഇരിക്കാൻ കഴിയും, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിയും. പക്ഷെ എന്താ മാനദണ്ഡം? അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. ഇതേ അധ്യായം 10 ആയത്ത് പുറകോട്ട് വന്നാൽ മതി, 59-ാമത്തെ വചനം. ആ വചനം ഇസ്ലാമിക ലോകത്തിന്റെ, ശരീഅത്തിന്റെ വിശ്വാസങ്ങളെ, കർമ്മങ്ങളെ, ആചാരങ്ങളെ, താർക്കിക സബ്ജക്റ്റുകളെ എന്ത് മാനദണ്ഡമാണ് ഉപയോഗിക്കേണ്ടത്? നാട്ടാചാരമാണോ? നാട്ടുനടപ്പാണോ? ഊഹമാണോ? മാമൂലാണോ? ചിന്തകളാണോ? അല്ലെങ്കിൽ ധാരണകളാണോ? അല്ല സമൂഹമേ, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, ആകാശഭൂമികളുടെ തമ്പുരാന്റെ തീരുമാനമാണ്. ഈ കാര്യം പറയുന്നിടത്ത് KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് ഉലുൽ അംറി എന്ന് പറഞ്ഞാൽ അത് ഭരണാധികാരികളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും മുസ്ലിമീങ്ങളിലെ നേതാക്കന്മാർ